നെസ്സി സാർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ ആയിട്ടുള്ള രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇതാ രാവിലെ ഓട്ടടേനി. അപ്പോൾ തലേന്നത്തെ കുറച്ച് ബീഫ് കറി ഉണ്ട്, അത് പിന്നെ കുറച്ച് ഉച്ചക്കലേക്ക് കൊടുക്കുക. അപ്പോൾ രാവിലേക്കും ആയല്ലോ. പിന്നെ ആ ഉച്ചക്കലേക്ക് ബീഫ് കറി ഉണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇതാ കുറച്ച് ഉപ്പേരിയാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ കാബേജും ക്യാരറ്റും എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു കളർഫുൾ ഉപ്പേരിയാണ്. ഇന്നിതാ ചെറിയൊരു ട്രിപ്പുള്ളൂ ഇനി, അതുകൊണ്ട് തന്നെ വേഗം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാക്ക വരുന്ന സമയത്ത് ഞാൻ കിച്ചണിലാണ്. അപ്പോൾ വേഗം എടുത്ത് എനിക്ക് ഇതാ ഉപ്പേരിക്കുള്ളത് കരിഞ്ഞു തരികയാണ്. പിന്നെ ഇതാ രാവിലെ എണീക്കലുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ രാവിലെ നടക്കാനൊക്കെ പോവും. അപ്പോൾ നല്ലൊരു എനർജിയാണെന്ന് ഇങ്ങനെ നടക്കാനൊക്കെ പോയാൽ. കുറേ ദിവസമായിട്ട് മഴ ആയിട്ട് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതാ ഞാനൊരു മാസം മുമ്പേ മീഷോന്ന് വാങ്ങിയിട്ടുള്ള സ്ക്രബ്ബറാണ്. അന്ന് ഞാൻ ഈ ഒരു സ്ക്രബ്ബറിൻ്റെ റിവ്യൂ ഇട്ട സമയത്ത് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിട്ടോ ആകെ അത് നല്ലതല്ല എന്നൊക്കെ. പക്ഷേ ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല അടിപൊളി തന്നെയാണ്. അപ്പോൾ ഞാനിതാ ഒരു 2-3 ആഴ്ച ഇപ്പോൾ ഉപയോഗിച്ചിട്ടോ അത് ഇപ്പോഴാണ് കേട്ടോ ഞാൻ മാറ്റുന്നത്. അത് കേട് വന്നിട്ടൊന്നുമല്ല, എന്നാലും ഇപ്പോൾ കുറേ എണ്ണം എൻ്റെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം മാറ്റിയതാണ്. ചുരുങ്ങിയത് ഈ ഒരു സ്ക്രബ്ബർ ചില്ലറയായിട്ട് വാങ്ങുകയാണെങ്കിൽ 30 രൂപ എന്തായാലും കൊടുക്കണം. ഇപ്പോൾ ഇത് 110 രൂപയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല. അതിനിപ്പോൾ 12 എണ്ണം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് ഇഷ്ടംപോലെ യൂസ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ മാത്രം ജോലിയാണല്ലേ ഇതൊക്കെ. 5 മണിക്ക് എണീറ്റ് വൈകുന്നേരം വരെ എന്ന് പറഞ്ഞ മാതിരി ജോലിയെടുത്ത് അതിൻ്റെ ഇടയ്ക്ക് വല്ലപ്പോഴും കിട്ടുന്ന വിശ്രമങ്ങൾ കുറഞ്ഞ സമയം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കൂടുതൽ ആളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ നോക്കുകയും വേണ്ട. അപ്പോൾ ഈ ഒരു പണി നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എടുക്കുന്നതിന് നമുക്ക് കൂലിയായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടലുണ്ടോ അല്ലേ? നമ്മൾ ഈ കൂലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രതിഫലം ഒന്നും ആഗ്രഹിക്കാതെ എടുക്കുന്ന ജോലിയല്ലേ. ചില വീട്ടമ്മമാർ ജോലിക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ ഇവർക്ക് എന്താണ് പറയുക, ഇരട്ടി പണിയാണ്. കുട്ടികളുടെ കാര്യം വീട്ടിലെ കാര്യം എല്ലാം നോക്കിയിട്ട് ഓടിപ്പടഞ്ഞ് ഓഫീസിലേക്കായാലും മറ്റു ജോലിക്കായാലും പോകും അല്ലേ. അവർക്കൊരു ഹെൽപ്പ് ആരും ചെയ്യൂല. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ അരി വാങ്ങുന്ന സമയത്ത് ഇതേപോലെ ഞാനിപ്പോൾ ഇത് പെറുക്കിയെടുത്താണ് കേട്ടോ. അപ്പോൾ അതേപോലത്തെ ഒരു വൈറ്റ് കളറുള്ള റൈസിൻ്റെ ആകൃതിയിലുള്ളത് അത് വെച്ചാൽ ഫോർട്ടിഫൈഡ് റൈസാണ് കേട്ടോ. ഫോളിക് ആസിഡ്, ഇരുമ്പ് തുടങ്ങി വൈറ്റമിൻ്റെ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റൈസിൻ്റെ ആകൃതിയിൽ ഉണ്ടാക്കുന്ന ഒരു ഇതാണിത്. അത് വെച്ചാൽ ഗവൺമെൻറ് നമുക്ക് പോഷകങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് റൈസിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് തരുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വൈറ്റമിൻ B12 ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ധാന്യത്തിൻ്റെ ആകൃതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ അരിയൊന്നുമല്ല കേട്ടോ. ആദ്യമൊക്കെ ഈ മുമ്പൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ആൾക്ക് പെറുക്കി കളയലുണ്ടെങ്കിൽ ആളുകൾ. പക്ഷേ അത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് പോഷകങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംഭവം തന്നെയാണത്. പിന്നെ നമ്മൾ സാധാരണ പാത്രങ്ങളൊക്കെ കഴുകുന്ന കൂട്ടത്തിൽ തന്നെ അല്ല ചട്ടി കഴുകുക. പക്ഷേ ചട്ടി അങ്ങനെ കഴുകരുതെന്നാട്ടോ പറയപ്പെടുന്നത്. കാരണം എന്താ വെച്ചാൽ ചട്ടീൻ്റെ ഉള്ളിലേക്ക് ചെറിയ ചെറിയ സുഷിരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് സോപ്പും അതിൻ്റെ കാര്യങ്ങളൊക്കെ കടക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഭക്ഷണത്തിലേക്കല്ലേ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്ലുപ്പോ അല്ലെങ്കിൽ കടലപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ശരിക്കും തേച്ച് കഴുകണത്. നമ്മളിപ്പോൾ സാധാരണ സോപ്പൊക്കെ ഉപയോഗിച്ച് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടില്ല കഴുകുക. പക്ഷേ എങ്ങനെയാണ് കഴുകേണ്ടത് കേട്ടോ. അപ്പോൾ ഒന്ന് കാണിച്ചു തന്നാണ്. ഞാനും നമ്മൾ സാധാരണ പാത്രങ്ങളൊക്കെ കഴുകുന്ന കൂട്ടത്തിൽ തന്നെയാണ് ചട്ടി കഴുകൽ. ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ആൾപ്പാർപ്പില്ലാത്ത ഒരു വീട് കാണിച്ചു തന്നാണ് കേട്ടോ. അത് ഭയങ്കര പേടിയാണ് എനിക്ക്, പാമ്പോ അങ്ങനത്തെ ഒക്കെ വരുമോന്ന്. എന്നും ഞാൻ തിരുമ്പിയത് ആറിയിടുമ്പോൾ അങ്ങോട്ട് നോക്കി പേടിയോടെയാണ് കേട്ടോ അവിടെ നിൽക്കൽ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ് കേട്ടോ, നമ്മൾ കോഴിമുട്ടയും പാലും ഒക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് മുമ്പ് തന്നെ ഇതേപോലെ നല്ല വൃത്തിയായിട്ട് ഇത് കഴുകണം കേട്ടോ. കോഴിമുട്ടേൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. അത് പൊട്ടിച്ചിട്ട് നമ്മൾ തൊലിയൊക്കെ എന്തെങ്കിലും നമ്മൾ ആ പൊട്ടിക്കുന്നതിലേക്ക് വീണാൽ അത് ഭയങ്കര അബദ്ധമാണ്. കാരണം തീരെ വൃത്തിയില്ലാതല്ല കോഴിമുട്ടൊക്കെ വരിക. അതേപോലൊക്കെ തന്നെയാണ് പാലും. നിലത്തും അവിടെയും ഇവിടെയൊക്കെ ഇട്ടിട്ടല്ല പാല് കിട്ടുക. അത് നല്ലോണം ഒന്ന് കവറോട് കൂടി പുറമൊക്കെ നല്ലോണം തേച്ച് കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. അതാണ് നല്ലത്. ഇന്നത് ആവോലിയാണ് കറി വെക്കാൻ കിട്ടിയിട്ടുള്ളത്. 2 എണ്ണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഞാനും കാക്കി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പൊള്ളിക്കുകയും ചെയ്യാം, ഒന്ന് കറി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, അതിൻ്റെ മേലുള്ള ആ ഒരു തൊലിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ കല്ലുപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് ഉരച്ച് കഴുകിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഈ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതൊന്നൊന്ന് മുറിച്ച് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ, മസാലയൊക്കെ തേക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് കിട്ടിയിട്ടുള്ള കത്തിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാനിതാ മീഷോന്ന് ഓർഡർ ചെയ്തിട്ട് കത്തി വാങ്ങിയിട്ടുണ്ട്. രണ്ടും ഒരേ സെയിം തന്നെയാണ്, നല്ല മൂർച്ചയുള്ള കത്തിയാണ് കേട്ടോ. അത് രണ്ടും ഒരുപാട് ആഗ്രഹിച്ചാണ് കേട്ടോ ഞാൻ ആ ഒരു കത്തിക്ക്. ഇപ്പോൾ കിട്ടിയപ്പോൾ 2 എണ്ണമായി പോയിന്ന് മാത്രം. ഇപ്പോൾ പണ്ടത്തെ പോലെ തന്നെ ഈ ഒരു റേഡിയോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുൾ ടൈം ഈ റേഡിയോ ആണ് ഇപ്പോൾ എൻ്റെ കൂട്ടത്തിൽ. രാവിലെയും എല്ലാ സമയവും ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഇതിന്ന് ഓരോന്ന് കേട്ടോണ്ടിരിക്കുന്ന പാട്ടായാലും ന്യൂസ് ആയാലും ഒക്കെ. മസാല തേച്ച് വെക്കുകയാണ് കേട്ടോ. ഈ ഒരു മീൻ ആവോലിയാണ്. അപ്പോൾ അത് രാത്രിയിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. എപ്പോഴേ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് വരക്കെ ഇട്ട് വെച്ച് പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുളകും പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങ നീരില്ലേ, ഒരു അരമുറി ആണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒഴിച്ച് കൊടുത്താൽ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു മീനിൻ്റെ 2 ഭാഗത്തും തേച്ച് കൊടുക്കുകയാണ്.
ഇത് ഞാൻ അന്ന് ടിപ്പ് വീഡിയോയിൽ കാണിച്ചിട്ടില്ലേനു, ആ ഒരു ഉപ്പാണ് കേട്ടോ. അത് ഉപ്പ് കലക്കിയിട്ട് വെള്ളം പോലെ ആക്കി വെച്ചാണ്. അപ്പോൾ കഴിയുന്നതും ഈ പൊടിയുപ്പ് ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്, എന്നാലും നമുക്ക് പൊടിയുപ്പ് ഉപയോഗിക്കേണ്ട അവസരമൊക്കെ വരും. അപ്പോൾ കഴിയുന്നിടത്തോളം നമുക്ക് ആ ഒരു കല്ലുപ്പ് കലക്കിയ വെള്ളം ഉപയോഗിക്കാമെന്ന് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. ഇന്നിതാ ഉച്ചക്ക് നല്ല ഇൻട്രസ്റ്റോട് കൂടിയാണ് കേട്ടോ ചോറൊക്കെ വെക്കുന്നത്. ഉച്ച ഒന്നും ആയിട്ടില്ല, ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കല്ലുമ്മലൊക്കെ തിരുമ്പാനുണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാവിലത്തെ ചായൻ്റെ ഒക്കെ പരിപാടി കഴിഞ്ഞ് വേഗം കുളിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാനൊരു 12 മണിയൊക്കെ ആകുമ്പോഴൊക്കെ കുളിക്കലുള്ളൂ. ഇതിപ്പോൾ ഒരു 9:30 മണി ആയപ്പോഴത്തേക്ക് തന്നെ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഇക്കാക്ക് ഒരു കട്ടൻ ചായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇനി ഉച്ച ആയാലും രാത്രി ആയാലും ഏത് സമയമായാലും ഒരു ഗ്ലാസ് കട്ടൻ ചായ കിട്ടിയാൽ ഇക്കാക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇതാ ആ ക്യാരറ്റും കാബേജും കൂടി ഉപ്പേരി വെക്കുകയാണ്. അപ്പോൾ ആ കാബേജാണ് കേട്ടോ കൂടുതൽ. ഇപ്പം ഞാൻ മഞ്ഞപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പിനയും അതിന് ശേഷമാണ് ബാക്കിയുള്ള കാബേജും ക്യാരറ്റും കൂടി ചേർത്ത്. ക്യാരറ്റ് ചെറിയൊരു പീസ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബീഫ് കറി ഉണ്ടെങ്കിൽ തലേന്നത്തെ കുറച്ചേ ഉള്ളൂ. പിന്നെ ഇതാ ഈ ഒരു ഉപ്പേരിയും കൂടി കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ ചോറ് കഴിച്ചത്. പിന്നെ അത് ആവോലിൻ്റെത് രാത്രി കറി വെക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ അതാ നമ്മൾ കൈ തുടയ്ക്കുന്ന ഒരു തുണി ഉണ്ടല്ലോ നമ്മൾ ആ അടുക്കളയുടെ ഭാഗത്ത്, നമുക്ക് എപ്പോഴും കിട്ടാവുന്ന സ്ഥലത്ത് തന്നെ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മളെ കൈ നനഞ്ഞുകൊണ്ട് നിൽക്കുമല്ലോ പാത്രം കഴുകുമ്പോഴും ബാക്കിയുള്ള പണിയെടുക്കുമ്പോൾ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് നമുക്ക് അറിയാതെ നമ്മളെ ഡ്രസ്സിൽ തുടച്ചോളാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു തുണി നമ്മൾ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ നല്ലതാണ്, നമ്മളെ ഡ്രസ്സ് ചീത്താവില്ല. പിന്നെ ഇതാ സ്റ്റീലിൻ്റെ ഡിഷ് റാക്ക് ഉണ്ടല്ലോ, അത് ഞാൻ തൽക്കാലത്തേക്ക് അതിന് റെസ്റ്റ് കൊടുത്തിക്കാണ്. ഇപ്പോൾ ഇതാ ആ ഒരു പ്ലാസ്റ്റിക്കിനുണ്ടല്ലോ മുമ്പേ വാങ്ങി, അത് ഞാൻ താഴോട്ട് എടുത്താൽ. കാരണം എന്താ വെച്ചാൽ അത് കുറച്ച് വലുതാണല്ലോ സ്റ്റീലിൻ്റെത്. അപ്പോൾ കുറേ പാത്രങ്ങൾ നിറയണവരെ കാത്തുക്കും. അപ്പോൾ അത് നിറഞ്ഞതിന് ശേഷമാണ് അത് എടുത്ത് വെക്കുക. പക്ഷേ ഇതാകുമ്പോൾ കുറച്ച് പാത്രമേ കൊള്ളുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഒഴിവാക്കണമല്ലോ അടുത്ത പാത്രം കഴുകുമ്പോഴത്തേക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പാത്രം മാറ്റി വെച്ചിട്ട് പ്ലാസ്റ്റിക് തന്നെ എടുത്തിക്കാണ്. പിന്നെ നമ്മൾ ഈ പൂരി ഇതേപോലത്തെ പൂരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊരിച്ച് കഴിഞ്ഞാൽ ഓയിൽ ബാക്കി ഉണ്ടാവില്ല. അത് നിങ്ങളെന്താ ചെയ്യൽ? ഞാനെന്താ ചെയ്യൽ വെച്ചാൽ ഇതേപോലെ ചീനച്ചട്ടി തന്നെ വെക്കും, പാത്രത്തിലേക്ക് മാറ്റി വെക്കും കേട്ടോ. അതിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇനി മീൻ പൊരിക്കാനൊക്കെ എടുക്കും. അതോടുകൂടി ചൂടാക്കൂല കേട്ടോ. അങ്ങനെ ചൂടാക്കുമ്പോഴാണ് നമ്മളെ ഹെൽത്തിന് കേട്. അത് ഒറ്റ യൂസും കൂടിയൊക്കെ ചെയ്യട്ടോ ആ ഒരു ഓയിൽ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. 2-3 ദിവസമായിട്ട് ഇക്കാക്കൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പണിയാട്ടോ അത്. പെയിൻ്റ് അടിക്കലാണ്. ആ വാഷ് ബേസിന് വെച്ച ആ ഭാഗത്തൊക്കെ പുട്ടിയിടലും അങ്ങനെ പെയിൻ്റ് അടിക്കലൊക്കെയാണ്. 3-4 ദിവസമായിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ കുറേശ്ശെ എടുക്കാനല്ലോ. അപ്പോൾ ഓൾറെഡി ഇവിടെ പെയിൻ്റൊക്കെ കുറച്ച് അധികം ഉണ്ടതിന് ബാക്കി. അപ്പോൾ അതൊക്കെ എടുത്ത് ഇനിയിപ്പോൾ പെയിൻറ്റർമാരൊന്നും വിളിക്കാതെ ഇക്കാക്കന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ പുതിയതായിട്ടുള്ള ആ ഡോറിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒന്ന് ആ പെയിൻ്റൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം പിടിക്കും, വളരെ സ്ലോയിലാണ് കേട്ടോ കാക്ക ഒക്കെ ചെയ്യുക. പക്ഷേ ചെയ്താലോ അടിപൊളി നീറ്റായിരിക്കുകയും ചെയ്യും. പിന്നെ ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം ആയിട്ടുണ്ട്, മഗ്‌രിബൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു മീനുണ്ടല്ലോ ആവോലി മസാല തേച്ച് വെച്ചാൽ ഒന്ന് പൊള്ളിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് വലിയ ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്ത്, ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിനയിലും. ഈ വലിയ ഉള്ളിക്ക് പകരം നിങ്ങൾ ചുവന്നുള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ചുവന്നുള്ളിയാണ് നല്ലത്. അപ്പോൾ ചുവന്നുള്ളി തൽക്കാലം എൻ്റെ കയ്യിലില്ലാത്തതിനോട് വലിയുള്ളി തന്നെയാണ് എടുത്തത്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു തക്കാളിൻ്റെ പകുതി, ഒരുപാട് തക്കാളി ചേർക്കുന്നില്ല, അങ്ങനെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കൂടുതലില്ല കേട്ടോ. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടായി വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ ആ ഒരു ജാറുണ്ടല്ലോ, ജാറല്ല ചെറിയ മിക്സി, അത് അടിപൊളിയായിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി പിന്നെ അത് ഞാൻ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വറ്റൽമുളകാണ് കേട്ടോ കുറച്ച് ചേർക്കുന്നത്. മുളക് പൊടി വളരെ കുറച്ചാണ് ചേർത്തത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബട്ടർഫ്ലൈൻ്റെ മിക്സി ശരിക്കും ഒരു എന്താ പറയുക ഒരു പരാജയം തന്നെയാണ് കേട്ടോ. ബട്ടർഫ്ലൈൻ്റെ മിക്സി മാത്രമല്ല അടുപ്പും. ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ പൊടിക്കണമെങ്കിൽ ഒന്നും എൻ്റെ മിക്സി കൊള്ളുകയില്ല. എന്തെങ്കിലും നനവോ അല്ലെങ്കിൽ വെള്ളത്തിരി ഉണ്ടാവുമല്ലോ, വെള്ളത്തിരി കൂടുതലായാലോ പുറത്തേക്കൊക്കെ ഒഴുകുകയും ചെയ്യും. ആകെ ഇടങ്ങേറാവലാണ് അതിനെക്കൊണ്ട്. പിന്നെ ആ മസാലപ്പൊടിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. മല്ലിയില എടുത്താൽ പിന്നെ ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. മസാല റെഡിയാക്കിയതിന് ശേഷം ഞാനിതാ മീൻ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. മസാലൻ്റെ ശരിക്കും നമ്മൾ ഈ മീൻ പൊരിച്ച ആ പാത്രത്തിലേക്ക് തന്നെ മസാല ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മറന്നുപോയി. ഞാൻ സാധാരണ മീൻ പൊരിച്ച അങ്ങനത്തെ എന്തെങ്കിലും വിഭവം ഉണ്ടാക്കുകയാണെങ്കിൽ മീൻ പൊരിച്ച ആ ഒരു പാത്രത്തിലേക്കാണ് മസാല ഇട്ടിട്ട് വഴറ്റിയെടുക്കൽ. അപ്പോൾ പിന്നെ ആ മീനിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ കുറച്ച്, അതൊക്കെ അതിലേക്ക് ചേർന്നോളും.
ആവോലി തേങ്ങ അരച്ച് വെക്കാൻ വെച്ചിട്ട് അതൊക്കെ മസാല കലക്കിയിട്ട് വഴറ്റിയിട്ടൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ റെസിപ്പിയൊന്നും ഞാനിത് ചേർക്കുന്നില്ല. അപ്പോൾ കണ്ടില്ല എൻ്റെ മിക്സിൻ്റെ ജാറ് ഇങ്ങനെ തന്നെയാണ്. എന്ന് തുടങ്ങിയതറിയാം, വാങ്ങിയ ആ കാലം മുതലേ ഇങ്ങനെ തന്നെയാണ് ആ മിക്സിൻ്റെ ആ ജാറിൻ്റെ ഒക്കെ പരിവ് അങ്ങനെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആ മിക്സിൻ്റെ ജാറല്ല ഇപ്പോൾ നിങ്ങൾ കണ്ട്, ആ മിക്സിൻ്റെ പുറമൊക്കെ വൃത്തികേടായിട്ടുണ്ടാവും. ഒക്കെ പിന്നെ നനച്ച് തുടച്ച് അത് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ പിന്നെ മസാലേൻ്റെ ഇതുണ്ടല്ലോ, തേങ്ങയും മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടിയും എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് അരച്ചെടുത്താണ് അത് ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ മീനിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആവോലി മീനിക്ക് വല്ലാതെ വേവൊന്നുമില്ല. എപ്പോഴും നല്ല ടേസ്റ്റ് ഈ പൊള്ളിച്ചാലും പിന്നെ അതേപോലെ തേങ്ങ അരച്ച് വെച്ചാലാണ്. മുളക് ഇട്ടിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഏറ്റവും ഇഷ്ടം ആവോലി എപ്പോഴും കിട്ടുകയാണെങ്കിൽ തന്നെ ഞാൻ തേങ്ങ അരച്ച് വെക്കലാണ്. പിന്നെ അതേപോലെ തന്നെ ആവോലി എപ്പം കിട്ടിയാലും എനിക്കതൊന്ന് പൊള്ളിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ചെമ്മീൻ കിട്ടിയാൽ ബിരിയാണി വെക്കലും മുരിങ്ങക്കായിട്ട് കറി വെക്കലും പോലെയാണ് ഈ ആവോലി കിട്ടിയാലുള്ള സ്ഥിതി. എനിക്കിഷ്ടമാണ് ഈ പൊള്ളിച്ചത്. പിന്നെ ഈ ആവോലി തന്നെ വേണമെന്നില്ല കേട്ടോ, അയില വരെ നമുക്ക് പൊള്ളിച്ചെടുക്കാം. നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത ആ ഒരു മസാല പിന്നെ ഈ ഇതുണ്ടല്ലോ വാഴേൻ്റെ ഇല വാട്ടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ബാക്കി ആ പകുതി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഈ ഒരു മീൻ നമ്മൾ പൊരിച്ചിട്ടുണ്ട് അത് വെച്ച് കൊടുത്ത് ബാക്കി മസാല അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് അതേപോലെ തന്നെ ഈ വാഴൻ്റെ ഇല നല്ലോണം ഒന്ന് മടക്കി പൊതിഞ്ഞെടുക്കുകയാണ് കേട്ടോ. വാഴൻ്റെ ഇല എന്തായാലും വാട്ടിയെടുക്കണേ കഴുകിയതിന് ശേഷം. ആവോലിക്ക് വലിയ വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിക്കുന്ന സമയത്ത് പറയുക ഇനി സാധാരണ കൂട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഇതിന് വന്നിട്ടില്ല എന്ന്. അപ്പോൾ നാടൻ ആവോലി അല്ല, അപ്പോൾ കാക്ക പറയാം മംഗലാപുരത്തുനിന്ന് അവിടെ നിന്നോ വരുന്നതായിരിക്കും, അതാണ് അത്ര ടേസ്റ്റ് ഇല്ലാത്തതെന്ന്. തേങ്ങ അരച്ചതാണെങ്കിലും കുറച്ച് മല്ലിയില ഞാൻ ലാസ്റ്റ് ആ കറിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു മീൻ പൊരിച്ച ചട്ടി ഞാൻ നല്ലോണം കഴുകിയതിന് ശേഷം കുറച്ച് ഓയിൽ തേച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ആ ഒരു പൊതിഞ്ഞ ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോഴേക്കും നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ആ ഒരു ആവോലി പൊള്ളിച്ച് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ആവോലി പൊള്ളിച്ചത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നല്ല റേറ്റ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളെ ആഗ്രഹങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് വലിയ റേറ്റും ഉണ്ടാവില്ല. പിന്നെ അതുമല്ല സീസൺ ആയ സമയത്ത് ഈ ആവോലി ഇതേപോലത്തെ റേറ്റ് കൂടിയ മീനൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ആവോലി ചോദിച്ചപ്പോൾ കിലോന് 600-500 അങ്ങനെ എന്തോ ഒരു റേറ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉമ്മർക്ക. പിന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ ആ ഒരു ഭാഗത്തിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ. അത് ഫൈനലാണ്. ഇപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് ഒന്ന് ക്ലീനാക്കി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. 3 ദിവസത്തെ കാക്കൻ്റെ അധ്വാനമാണ് കേട്ടോ ആ ഒരു പെയിൻറ്റിങ്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ വാഷ് ബേസിൻ വെച്ചപ്പോൾ പിന്നെ അവിടെയൊക്കെ ഒരു നാശമായ പോലെ തോന്നുക. അങ്ങനെ ആകുമ്പോൾ പെയിൻ്റ് അടിച്ചാൽ ഒന്നുകൂടി ഒരു പെർഫെക്റ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാക്ക ഇറങ്ങിയതാണ്. പിന്നെ രാത്രിയായി ഞങ്ങളിതാ ആ മീൻ പൊള്ളിച്ചത് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ആർക്കെങ്കിലും ഉണ്ടാക്കണം തോന്നുകയാണെങ്കിൽ ഇനി അയിലായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി അയിലാണെങ്കിൽ പോലും ഒന്ന് പൊള്ളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.